PSC പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നിർണായക നീക്കവുമായി ക്രൈംബ്രാഞ്ച്. ആസൂത്രണ ബോർഡ് പരീക്ഷയുടെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് രീതി കാണണമെന്നാവശ്യപ്പെട്ട് PSCക്ക് നൽകിയതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് PSC ആസ്ഥാനത്ത് വീണ്ടും പരിശോധന നടത്തും. വിവാദങ്ങൾക്കിടെ PSC യോഗവും ഇന്ന് ചേരുന്നുണ്ട്. ശ്യാമപ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകുവാനായി ചേരുന്നത്. ശ്യാമ, എന്തായാലും അതിനിർണായകമായൊരു ദിവസമാണ് ഇന്ന്. PSCയുടെ ഒരു പ്രത്യേക മീറ്റിംഗ് ഉണ്ട്. ഒപ്പം തന്നെ ഇന്ന് ഒന്നുകൂടി പരിശോധിക്കാനുള്ള സാഹചര്യവുമുണ്ട്. എന്താണ് വിവരങ്ങൾ? ആര്യ, നിർണായകമായ നീക്കവുമായാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് PSC ആസ്ഥാനത്തെത്തുക. പ്രധാനമായും നേരത്തെ തന്നെ ഈ രേഖകൾ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ PSC നൽകാമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച ചോദ്യക്കടലാസും ഒപ്പം തന്നെ അന്ന് നിലവിലുണ്ടായിരുന്ന മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകരുടെ വിവരങ്ങൾ മാത്രമാണ് PSC കൈമാറിയിരുന്നത്. മറ്റു ഉത്തരക്കടലാസുകളോ കാര്യങ്ങളൊന്നും തന്നെ നൽകിയിരുന്നില്ല. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്കാണ് ഇന്ന് അന്വേഷണ സംഘം കൂടുതൽ പരിശോധനകൾക്കായി PSC ആസ്ഥാനത്തേക്ക് രാവിലെ 11 മണിയോടുകൂടി എത്തുകയും ചെയ്യുക. ഒപ്പം തന്നെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലെ ഡെമോ അടക്കമുള്ള കാര്യങ്ങൾ കാണിച്ചു തരണമെന്ന് PSCയോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ കുറിച്ചും കൂടുതൽ വ്യക്തത വരുത്താനായി ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് PSC ആസ്ഥാനത്തെ കൂടുതൽ പരിശോധനകളെല്ലാം തന്നെ നടത്തുകയും ചെയ്യും. എന്തായാലും നിലവിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ PSC കൈമാറിയിട്ടില്ല. PSC ആസ്ഥാനത്തെത്തി പരിശോധിക്കാനായിട്ടാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് നൽകിയിരിക്കുന്ന വിവരം. അതിനാൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം ഈ രേഖകൾ പരിശോധിക്കാനായിട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേരുകയും ചെയ്യുക. ഇതിനിടയിൽ ഇന്ന് നിർണായകമായ PSC യോഗവും ബോർഡ് ആസ്ഥാനത്ത് ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കമ്പനി കോർപ്പറേഷൻ്റെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് പരീക്ഷ റദ്ദാക്കിയത് സംബന്ധിച്ചുള്ള പരീക്ഷയിൽ നേരിട്ട തടസ്സമടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. ചോദ്യപേപ്പർ മാറിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായ കാര്യങ്ങളിലും ഒപ്പം തന്നെ അവർ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചുമായിരിക്കും പ്രധാനമായും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുക. ആര്യ.